ഹലോ ഹായ് ഫ്രണ്ട്സ്. ഹലോ, ഞങ്ങളുടെ ഒരു കൊച്ചു ഒരു പൂന്തോട്ടമാണ് ഇത്. അതൊന്ന് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ അകത്ത് കുറച്ച് വലിയ വലിയ ചെടികളൊന്നുമില്ല കേട്ടോ. ഇത് ബൊഗെയിൻവില്ല. ഇത് നമുക്കാണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും കോതി വിടണം. അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് പോകും. അതിൻ്റെ ആ കമ്പുകൾ ശിഖരങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇതിൻ്റെ അകത്ത് പൂ വന്ന് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഡാർക്ക് കളറാണിത്, നല്ല പീച്ച് കളറ്. അടുത്തതെന്ന് പറയുന്നത് ഇതാണ്, ഈ ചെടിയാണ്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് സിൽവർ ലീഫ് പ്ലാന്റ് എന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഓരോ പിന്നെ ഇലകൾ നല്ല സിൽവർ കളർ, നല്ല ചാര നിറവും കലർന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ. ചാര കലർന്ന ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് കാണത്തില്ലേ? വീഡിയോയിലത് വ്യക്തമാണോ എന്നറിയില്ല, എങ്കിലും ഇതിൻ്റെ നിറം ഒരു ഗ്രേ കലർന്ന ഒരു നിറമാണ്. ഇത് നമ്മുടെ സിൽവർ ലീഫ് പ്ലാന്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ, പിന്നെ ഈർപ്പം കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ അകത്തൊരു വയലറ്റ് പൂവാണ് ഇത് പിടിക്കുന്നത് കേട്ടോ. ഒരു വയലറ്റ് പൂവ്, നല്ല കാണാൻ ചെറിയ പൂവാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ചെറിയ പൂവാണ്, നല്ലേ. അതായത് അങ്ങനെ അധികം വെള്ളമൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഇച്ചിരി പിടിച്ച് വന്നിട്ടുണ്ട്, ചെറിയതായിട്ട്. കാണാമോ? ചെറിയതായിട്ട് വന്നിട്ടുണ്ട്, കാണത്തില്ലെന്ന് തോന്നുന്നു. നോക്കിക്കോട്ടെ, കാണുന്നില്ല ശരിക്കും. ചെറിയൊരു മൊട്ട് വന്നിട്ടുള്ളതേ ഉള്ളൂ കണ്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല യെല്ലോ കളർ റോസ്. ഇതിൻ്റെ അകത്തും പൂവ് പിടിച്ച് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല വലിയ പൂവായത്. നല്ല ഭംഗിയാണ് കാണാനത്. ഇത് യെല്ലോ പനിനീർ പൂവ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് റെഡ് ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേര് എന്തുവാ? റെഡ് അഗ്ലോനിമിയ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനെ ലിപ്സ്റ്റിക് അഗ്ലോനിമിയ എന്നും പറയുന്നുണ്ട്. ലിപ്സ്റ്റിക് അഗ്ലോനിമിയ അങ്ങനെയും ഒരു പേര് വരുന്നുണ്ട്. അത് മൊത്തം ഇത് ഇല മാത്രമാണ് വരുന്നത് കേട്ടോ. ഷോയ്ക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഫ്ലവറൊന്നും അങ്ങനെ വരത്തില്ല. പിന്നെ അതുപോലെ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല റോസ് ചെടിയാണിത്. ഇതിനകത്ത് ആദ്യം എൻ്റെ മൊട്ട് വരുന്നത് ഈ നിറമായിരിക്കും കേട്ടോ. മൊട്ട് കണ്ട് ഈ നിറത്തിലാണ് വരുന്നത് ആദ്യം, പിന്നീടാണ് ഈ നിറമാവുന്നത്. ഇവിടെ കണ്ടത് മൊട്ട് കണ്ട് ഇവിടെ ഈ നിറത്തിലാണ് വന്നേക്കുന്നത്. പിന്നാണ് ഈ വൈറ്റ് നിറം. വൈറ്റ് അല്ല കേട്ടോ, മിക്സ് ഒരു ഐവറി ഒരു ഷെയ്ഡാണ് വരുന്നത്. ഐവറി ഷെയ്ഡ് കണ്ടോ, ഐവറി ഷെയ്ഡ്. ഓക്കെ. പിന്നെ അതുപോലെ റോസ് ചെടി, നല്ല ചുമന്ന നല്ല ഭംഗിയുള്ള നല്ല വലിയ പൂവാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഇതിൽ വലിയ പൂക്കളായത് കഴിഞ്ഞ ഒരു മൊട്ടുണ്ട്. ആ മൊട്ട് പിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അത് ഇച്ചിരി ഇത് തീരെ ചെറിയത് വാങ്ങിച്ചതാണ് കേട്ടോ, ചെടിച്ചട്ടിയിൽ വാങ്ങിച്ചത്. അതിപ്പോൾ എന്തായാലും പൂവൊക്കെ വന്നിട്ടുണ്ട്. നല്ല റെഡ് കളറാണിത്.
റെഡ് കളർ വളർന്ന് വരുന്നുണ്ട്. നമ്മൾ ഇതിനൊക്കെ എന്നും വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ചൂടുകാലം കൂടെ ആയതുകൊണ്ട്, വേനൽക്കാലം ആയതുകൊണ്ട് ഇതിന് നല്ല വെള്ളം വേണം. വെള്ളം ഒഴിച്ചാൽ കയറി വരുത്തുള്ളൂ. ഇതാണ്ട് അടുത്ത ഇത് കൊച്ചൊരു ചെടിയാണ്. ഇത് മറ്റേ സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതായത്. ഇതങ്ങനെ അധികം നീളം വരത്തില്ല ഇതിൻ്റെ ലീഫിന്. വലിയ ഇത് ഇങ്ങനെ കുറുകി ഇങ്ങനെ നിൽക്കും. അത് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ കാണും കണ്ടോ. എടുത്ത് കുത്തി വെച്ച പോലെ ഉണ്ട് കണ്ടോ. കുത്തി വെച്ച പോലെ ആ ഒരു ഇതിൽ നിൽക്കുന്നത് ഉണ്ടോ. മണ്ണ് കറുത്ത ഒരു ഷെയ്ഡിലൂടെ വരുന്നുണ്ട്. അത് എനിക്ക് വന്ന വെള്ളം നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വന്നത്. എന്താ ഇല ഇങ്ങനെ മണ്ണിലെടുത്ത് കുത്തി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ. കാണാൻ നല്ല ഭംഗി കേട്ടോ. അതുപോലെ ഇതുപോലത്തെ കൊച്ചു ചെടികൾ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരെണ്ണമുണ്ട്, ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഞാൻ കാണിക്കാം. ക്രിസ്മസ് ട്രീ എന്ന് പറയും. ക്രിസ്മസ് മരം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തോ വിദ്യാപാടി അങ്ങനെ എന്തോ ഒരു പേരൂടെ ഉണ്ട്. അത് കാണാൻ നല്ല വലിപ്പത്തിൽ വരുന്നതായത്. പിന്നെ വലിപ്പത്തിൽ വരുമ്പം ഈ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിക്കുക. നല്ല ഭംഗിയുള്ള ചെടിയായത്. പിന്നെ ഇവിടെ ഇതൊന്നും പിടിച്ചതൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കൊണ്ടുവച്ച് ഇതെല്ലാം അങ്ങ് കരിഞ്ഞു പോയി. ഇതെല്ലാം പോയി. ഇത് മുമ്പേ കാണിച്ച ചെടി തന്നെ 2 ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് നല്ല ഗ്രേ കളറാണ്. അതായത് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രേയും ഗ്രീനും കൂടെ ചേർന്നാണ്. നല്ല പ്ലാസ്റ്റിക് ഒരു ചെടി പോലെ നിൽപ്പുണ്ട്. അതായത് നമ്മൾ ഇൻഡോർ പ്ലാനറ്റിലൊക്കെ വെക്കുന്നത് പോലെ ഉള്ള ഒരു ഫീലിങ് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോഗൺവില്ലയുടെ വൈറ്റ് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കും. ഇതിപ്പോൾ ഇത്ര ആയതേ ഉള്ളൂ. പക്ഷേ മേടിച്ചപ്പോഴേ ഇത്രയും പൂക്കളില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെടികളുടെ ശേഖരം തീർന്നു. ഇനിയിപ്പം ഓരോന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇനിയും ചെടികൾ കാണിക്കാം. ഓക്കെ, ബൈ.